വെച്ചോ. അതിന്റെ പ്രിയപ്പെട്ടവരെ ഒരു നന്മയാകുന്ന പ്രവർത്തനമാണ്. ഇപ്പോ നമ്മുടെ ഭാര്യമാര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. കൊടുക്കൂലേ? അല്ല കൊടുക്കൂലേ? കൊടുക്കും. കൊടുക്കൂലേ? കൊടുക്കും. കൊടുക്കൂലേ സാർ? ഇനി എത്ര കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കൂലേ? കൊടുക്കൂല. ചങ്ങാതിമാരെ കൊടുക്കും. ഇപ്പൊ എന്നോടൊരു ചങ്ങാതി പറഞ്ഞ, കോഴിക്കോട്ടെ ചങ്ങാതി എന്നോട് പറഞ്ഞ, ഉസ്താദേ എന്റെ ഭാര്യ വെളുപ്പിന് 2:30 മണിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ഉസ്താദേ എന്താ പറഞ്ഞേ? വല്ലാത്ത പൂതിയ. വെളുപ്പിന് 2:30 മണിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ഉസ്താദേ ഞാൻ കോഴിക്കോട് അങ്ങാടിയിൽ മുഴുവനും തപ്പി ഉസ്താദേ, മസാല വിട്ട് ദോശ പോലും കിട്ടിയില്ല ഉസ്താദേ. അവസാനം വീട്ടിലിരുന്ന എന്തൊക്കെ എടുത്തിട്ട് ഞാൻ ഭാര്യക്ക് ചുട്ടുകൊടുത്തെന്ന് പറയുമ്പോ അത് ഈ ഗർഭിണി ആയിരിക്കണ സമയത്ത് നമ്മൾ പറയാ, ഇച്ചാ ഇവിടെ എന്താ ഉസ്താദേ, ഉസ്താദേ ഭർത്താവിന് എന്താ വിളിക്കുക ഇവിടെ? പുതിയ അല്ല, ഭർത്താവിന് അമ്മോശം വിളിക്കണല്ല, ഭാര്യ വിളിക്കണെന്താ? എന്തായാലും നല്ലത് വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ഇതേ കാക്കേനെ വിളിക്കണമല്ല, കൂവ അത് ഇത്. അല്ലാഹു നൽകി മാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, നമ്മൾ എന്ത് ചെയ്യും? ഭർത്താക്കന്മാരോട് പറയും, ഇക്കാ എനിക്ക് എന്ത് ചെയ്യണം, രാത്രിയില് എനിക്ക് അകത്തിയിൽ നിങ്ങൾ കടലിൽ പോയിട്ട് തിരി മീൻ പിടിച്ചോണ്ട് പറഞ്ഞു. ഈ ചങ്ങാതി സാധു ബോട്ട് എടുത്തു എന്ത് ചെയ്യും? ഓൾക്ക് വയറ്റിൽ പള്ളയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പള്ളയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിടിച്ചോണ്ട് വരും. അതേസമയം വയറ്റിലില്ലാത്ത സമയത്ത് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ഇക്കാ രാത്രി 2:30 മണിക്ക് നല്ല തണുപ്പുള്ള സമയത്ത് മച്ചാനോട് പറയാ, അയച്ചാ നിങ്ങളൊന്ന് കടലിൽ പിടിച്ചിട്ട് മീൻ പിടിച്ചോണ്ടോ. ചിലപ്പോൾ ഓളയും കൊണ്ടുപോയിട്ട് കടലിൽ മുക്കിയിട്ട് അല്ലാഹു മാറാവട്ടെ, അള്ളാഹു കാത്തിരിശിക്കാൻ മാറാവട്ടെ. നമ്മുടെ ഭാര്യമാര് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മളോട് എന്ത് ചോദിച്ചാൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂലേ? കൊടുക്കും. ഫാത്തിമ ബീവി ഗർഭിണിയായി. ഫാത്തിമ ബീവി റബ്ബേ അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ എനിക്ക് ഇത്തിരി റുമ്മാന് പഴം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അലി എന്താ പറഞ്ഞേ? എനിക്ക് ഇപ്പൊ ആരിസ് ഉസ്താദിന്റെ കൊണ്ടാട്ടി ആരിസ് ഉസ്താദിനോട് പറയും, ഇച്ചാ എനിക്ക് ഇത്തിരി പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞാൽ ആരിസ് ഉസ്താദ് എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കൂലേ? കൊടുത്തിലേക്ക് തൊലാക്കാണ്. കൊടുക്കൂലേ? കൊടുക്കും. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഫാത്തിമ ബീവി ഗർഭിണിയായി. ആതിരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഗർഭിണിയാകുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ എനിക്കിത്തിരി റുമ്മാന് പഴമുണ്ടല്ലോ, തരുമോ അലിയേ? അലിയാര് തങ്ങളെ കയ്യിലിരിക്കുന്ന പൈസ എടുക്കുകയാ. പടച്ചവനെ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. ചന്തയിലേക്ക് കടന്നു ചെന്നിട്ട് അലിയാര് തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, റുമ്മാന് പഴമുണ്ടല്ലോ വാങ്ങുകയാ. എന്നിട്ടതാ സന്തോഷത്തോടുകൂടി കടന്നു വരികയാ. മരുഭൂമിയിലൂടെ നടന്നു വരികയാ. ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് അലിയാര് തങ്ങളോ റുമ്മാന് പഴമായിട്ട് കടന്നു വരികയാ. കടന്നു വരുമ്പോ ഒരു യാചകനതാ കടന്നു വരികയാ. അലിയാര് തങ്ങളോട് ചോദിക്കുകയാ, ദാരിദ്ര്യമോ വിശക്കുന്നു അലിയേ, ആഹാരം വരുമോ അലിയേ? അലിയാര് തങ്ങളോട് വിശക്കുന്നുവെന്ന് പറയുമ്പോ അലിയാര് തങ്ങൾ യാചകനോട് പറയുകയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ ബാക്കിയുള്ളത് ഈ റുമ്മാന് മാത്രമോ. ഇതെന്റെ ഭാര്യക്കുള്ളതാണെന്ന് പറയുമ്പോ, എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോ, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് പറയുമ്പോ യാചകനതാ അലിയാര് തങ്ങളോട് പറയുകയാ, ഈ റുമ്മാന് പഴമുണ്ടല്ലോ എനിക്ക് തന്നു കഴിഞ്ഞാലല്ലേ അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു തരുന്നതാ. അലിയാര് തങ്ങളോട് പറയുമ്പോ അലിയാര് തങ്ങളതോ കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമുണ്ടല്ലോ യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുകയാ. യാചകനതാ ദുആ ചെയ്യുകയാ, എനിക്ക് റുമ്മാന് പഴം തന്നതിന് പകരമായി അതിന്റെ 10 ഇരട്ടി പ്രതിഫലങ്ങള് കൊടുക്കണേ അല്ലാ.
കബൂലാക്കണ അല്ലാ. അലിയാരിതങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, അലിയാരിതങ്ങൾ സങ്കടപ്പെടുകയാ, അലിയാരിതങ്ങള് ഫാത്തിമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റുമ്മാന് പഴമെന്റെ പ്രിയമുള്ളവരെ കൈകളിലില്ല. അലിയാര് തങ്ങളതോ സങ്കടപ്പെടുകയാ. അലിയാര് തങ്ങൾ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങൾ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോ വീടിന്റെ ഉമ്മറ പടിയിലുണ്ടല്ലോ റുമ്മാന് പഴത്തിന്റെ കൂമ്പാരമുണ്ടല്ലോ കിടക്കുകയോ. അലിയാര് തങ്ങൾ വീടിന്റെ വാതിക്കൽ നോക്കുമ്പോ റുമ്മാന് പഴത്തിന്റെ കൂമ്പാരമുണ്ടല്ലോ കിടക്കുകയോ. അലിയാരിതങ്ങൾ അത്ഭുതപ്പെടുകയാ, അലിയാരിതങ്ങൾ അത്ഭുതപ്പെടുകയാ. അലിയാരിതങ്ങള് വീടിന്റെ അകത്തേക്ക് പടച്ചവനെ കടന്നു ചെല്ലുകയാ. ഫാത്തിമയോട് സലാം പറയുകയാ, ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ ഈ വീടിന്റെ വാതിക്കലുള്ള റുമ്മാന് പഴമുണ്ടല്ലോ എവിടെന്നാണ് ഫാത്തിമ? ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ അറിയൂല അലിയേ, അത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ അലിയേ? അലിയാര് തങ്ങളെ പറയുകയാ, ഇല്ല ഇല്ല. അലിയാര് തങ്ങൾ നടന്ന കാര്യങ്ങൾ പറയുകയാ, യാചകന് കൊടുത്ത കാര്യങ്ങൾ പറയുകയാ. അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയുകയാ, പ്രിയമുള്ള ഭർത്താവേ, അലിയാര് തങ്ങളെ, നിങ്ങളാ റുമ്മാന് പഴമുണ്ടല്ലോ ഒരു പാവപ്പെട്ട യാചകന് കൊടുത്തപ്പോ ആ സ്വതക്കയാണ്, അതിന്റെ 10 ഇരട്ടിയാണോ ഈ വീടിന്റെ ഉമ്മറ പടിയില് അള്ളാഹു തമ്മതെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ സദഖ കൊടുക്കുന്നവരെ അതൊരു നന്മയാണ് വാപ്പാ. സദഖ കൊടുക്കുന്നവരെ അതൊരു നന്മയാണ് വാപ്പാ. സ്വർണ്ണം ഒഴുകുന്നവരെ അതൊരു നന്മയാണ് പെങ്ങളെ. മസ്ജിദുൽ ഹുദയ്ക്ക് വേണ്ടിയിട്ട്, അതിനൊരു വരുമാനത്തിന് വേണ്ടിയിട്ട്, ഒരു കെട്ടിടം കെട്ടാൻ വേണ്ടിയിട്ട് 10,000 കൊടുക്കുന്നവരെ, 5000 കൊടുക്കുന്നവരെ, സ്വർണ്ണമോതിരങ്ങൾ കൊടുക്കുന്നവരെ, 1000 കൊടുക്കുന്നവരെ, 500 കൊടുക്കുന്നവരെ, 100 കൊടുക്കുന്നവരെ, 10 രൂപ കൊടുക്കുന്നവരെ, എഴുതി വെച്ചോ പെങ്ങളെ, അതൊരു നന്മയാ പെങ്ങളെ, അതൊരു നന്മയാ പെങ്ങളെ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാ, നന്മകൾ ചെയ്യുന്നവരാരാ? അവര് സ്വർഗത്തിലാ, ജന്നാത്തുൽ ഫിർദൗസിലാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങൾ റുമ്മാന് പഴം കൊണ്ട് കൊടുത്തു. അതിന് പകരമായിട്ട് അള്ളാഹു എന്തെടുത്തു? അതിന്റെ 10 ഇരട്ടി പ്രതിഫലങ്ങൾ കൊടുത്തെന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടെ ഒരു താത്ത അല്ലെ, നമ്മൾ വഅദ് തുടങ്ങിയ ദിവസം ഒരു ഉമ്മ സ്വർണ്ണം ഊരി തന്നിരുന്നു. ആ ഉമ്മക്ക് ഒരിക്കലും സങ്കടം വേണ്ട. അതിന്റെ 10 ഇരട്ടി പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നാളെ ആഖിറത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ തരും. ഇപ്പൊ ഇന്നലെ 10,000 കൊടുത്തവര്, 5000 കൊടുത്തവര്, 500 കൊടുത്തവര്, 10 രൂപ കൊടുത്തവര്, എഴുതി വെച്ചോ അതിന്റെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ 10 ഇരട്ടിയായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു ആഖിറത്തിൽ നൽകും. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ.